ിലേക്ക് പോകുന്നത് ഉള്ളൂർ കാർത്തികേയൻ എന്ന ആനയെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ച് എന്ന് പരാതി. പാപ്പാൻ വിഷ്ണു ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നാട്ടുകാർ നൽകിയ പരാതിയിൽ പാപ്പാനെതിരെ വനംവകുപ്പ് കേസെടുക്കും. നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആണ് കേസെടുക്കുക. സാരംഗ് സുധാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, ഇപ്പോൾ എങ്ങനെയാണ് ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണോ, അന്നും ലഹരി ഉപയോഗിച്ചു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ദൃശ്യവും പുറത്തു വന്നത്. ഒപ്പം തന്നെ ആനയെ, അതായത് മതപ്പാടിൽ നിൽക്കുന്ന ആനയെ ഉപദ്രവിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ആനയുടെ പുറകിലെ കാലിലെ ചങ്ങല മാറ്റിക്കെട്ടാൻ വേണ്ടി ആയിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പാപ്പാന്മാർ, അതായത് 3 പാപ്പാന്മാരുണ്ട്, അവർ ഈ ഒരു ചങ്ങല മാറ്റിക്കെട്ടുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം നമുക്കിത് പാപ്പാനോട് തന്നെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്താണ് ഉണ്ടായതെന്നും ഇങ്ങനെ ഒരു ആരോപണം അടക്കം, അതായത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് എന്താ സംഭവിച്ചത്? ആനയുടെ ജോലി ചെയ്യാൻ വേണ്ടി നമ്മളെ ജോലി കാര്യങ്ങളാണ്. പക്ഷേ ഈ ജോലി കാര്യങ്ങൾ ആനയുടെ ചങ്ങല തമ്മിൽ മാറ്റി ഒന്നിലാടെ ആനയുടെ ബാക്ക് കാലിലെ ചങ്ങലകൾ മാറ്റി കെട്ടണം. ഇത് കെട്ടണമെങ്കിൽ ആനയുടെ ശരീരത്തിൽ ആന ഈ ചങ്ങല ഇട്ടുപിടി നല്ല ഈ വെയിലും മറ്റുള്ള കാര്യങ്ങളും മൂക്കുമ്പോഴത്തേക്ക് ആനയ്ക്ക് ചങ്ങല കൊണ്ട് നല്ല മസിൽ പിടുത്തമാണ് ആനയ്ക്ക്. അപ്പോൾ തലയ്ക്ക് നല്ല പെരുപ്പുണ്ടാവും. ആന മതപ്പാടിലായതുകൊണ്ട് തലയ്ക്ക് നല്ല പെരുപ്പം. നമ്മളെ പൊതുവെ അങ്ങോട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരായാലും നമ്മളായാലും ആന അടുപ്പിക്കാറില്ല. ആന നമ്മളെ ഓട്ടിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ നമുക്ക് ഈ മരുന്നും കാര്യങ്ങളും വെക്കണമെന്നുണ്ടെങ്കിൽ ആനയെ നമുക്ക് 2 അടി കൊടുക്കാതെ നമുക്ക് ആനയെ പിടിച്ച് പുറകോട്ട് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞാൽ ആന കേൾക്കത്തില്ല. അപ്പോൾ അടി കൊടുത്താൽ മാത്രമേ നമുക്ക് ആനയെ പുറകോട്ട് പിടിച്ചെടുത്ത് ഈ മുറിവുകളിൽ നമുക്ക് മരുന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ മരുന്ന് വെച്ചാൽ മാത്രമേ ഇത് കരിയത്തുള്ളൂ. അല്ലാതെ നമ്മളിത് നോക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുഴുവാകും. ഇത് പുഴുവായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് വീണ്ടും പരാതികളാവും. പക്ഷെ ഇന്നലെ വന്ന് ഈ വീഡിയോ എടുത്തിട്ട് ആൾക്കാർ ഇവിടെ ഈ ആനയ്ക്ക് വേണ്ടിയോ ഞങ്ങൾക്ക് വേണ്ടിയോ ഒരു കാര്യം ചെയ്യുന്നവരല്ല. ഇവർ വെറുതെ ഇവിടെ വരാറുണ്ട്. രാത്രി കാലങ്ങളിലായാലും മതിലിയാടിയും ആനക്കാരടിക്കാനും ഈ ആനയ്ക്ക് ശല്യം ഉണ്ടാക്കാനും അമ്പലത്തിലുള്ള ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് ഇവരിവിടെ വരാറ്. അത് സ്ഥിരമായിട്ട് ഇവിടെ വരാറ്. ഇവിടെ അമ്പലഭട്ടൻ എന്ന് പറഞ്ഞാൽ ഇവർ വരാറ്. ഇവരിവിടെ വന്ന് ഇവിടെ ഒന്നും ചെയ്യാറില്ല. ഇവർ കുറെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്ന് കുറെ വണ്ടിയും കാറും ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് വെള്ളപടി മൈക്ക് വരുന്നപടി ഇത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഞങ്ങളിപ്പോൾ അവരെ ശത്രുവായി മാറിയത്. ഇതിനുവേണ്ടി ഞങ്ങൾ അടിക്കാൻ വേണ്ടി വരെ പലതവണ ഇവർ ഞങ്ങളെ റൂമിൽ കയറി വന്നു, ഞങ്ങളെ റൂം വെട്ടി തുറന്നു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇവർ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഒരു കർശന നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ 3 പേര് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അവർ തന്നെയാണ്. അവർ തന്നെ ഇതിന് സമാധാനം പറയണം. ഒരു ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യം അടക്കം പുറത്തേക്ക് വന്നു. ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. ഞാൻ മദ്യം അടിക്കാറില്ല, ലഹരി ഉപയോഗിക്കാറില്ല. എന്നെ മെഡിക്കൽ പോലും എന്നെ ഇതുവരെ വന്നിട്ടുള്ള ഒരാൾക്കാരെ എന്നെ പിടിച്ചിട്ടില്ല. എന്നെ കൊണ്ടൊന്നും മെഡിക്കൽ എടുത്തിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടുള്ള ഒരു ഇതുമില്ല. ഇവര് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവരാണ് യഥാർത്ഥ കഞ്ചാവും ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ ദൃശ്യം അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യം പുറത്തു വന്നത് ഞാനത് ശംഭുവാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഞ്ചാവും വെള്ളം ഉപയോഗിക്കാറില്ല. ശംഭു ഞാൻ വെക്കുന്ന ഒരാളാണ്. ഞാൻ ബീഡിയും സിഗരറ്റും മരിക്കും. ശംഭു വെക്കുന്ന ഒരാളാണ്. ഞാൻ അത് വെക്കുന്ന ഈ വീഡിയോ എന്റെ കൂടെ ഇരുന്ന ഒരാളെടുത്ത് അത് കഞ്ചാവാണെന്ന് പറഞ്ഞുകൊണ്ടെടുത്ത് ഗ്രൂപ്പിൽ ഇട്ടതാണ്. അതിന് മുഖേനയാണ് ഇവരുള്ള ആൾക്കാരെല്ലാവരും അവൻ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, അവൻ കഞ്ചാവും ലഹരി കഴിച്ചുകൊണ്ട് ആനയെ തല്ലുവാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഇതൊന്നും അല്ല. ഇത് ആനയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞങ്ങൾ ആനയുടെ ജോലി മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് അവർ വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞങ്ങളെ മുഖത്ത് കരിവാരി തേക്കാനും ഈ ആനയെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി ഇവർ മനഃപൂർവ്വം തുനിഞ്ഞിറങ്ങുന്നതാണ്. ഇവരെ കൊണ്ട് യാതൊരു ഉപയോഗവും ഈ ആനയ്ക്കില്ല. ആനയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചികിത്സയും കാര്യങ്ങളെല്ലാം ഇപ്പം ആനയെ കെട്ടിയിട്ട് വൃശ്ചികം 1-ാം തീയതിയാണ് ഈ ആനയെ കെട്ടി ഉറപ്പിച്ചത്. ഇപ്പൊ 1.5 മാസം ആവാൻ പോകുന്നു ആനയെ കെട്ടി ഉറപ്പിച്ചിട്ട്. ആനയ്ക്ക് നല്ല ഒലിവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ മുറിവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആനയ്ക്ക് ഇനി 1.5 മാസം കൂടെ ആന നിൽക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ആനയുടെ ചികിത്സയും കാര്യങ്ങളും നോക്കുന്ന അനന്ത് സാറാണ്. അനന്ത് സാർ ഇവിടെ വന്ന് ആനയെ കണ്ട് ബോധ്യപ്പെട്ടു. ആനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളെല്ലാം എഴുതി ആ മരുന്നുകൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ ആനയെ ഞങ്ങൾ പിടിച്ചടിപ്പിച്ചു. അതിന് മരുന്ന് വെക്കാൻ വേണ്ടി ചെയ്താണ്. ഇവിടെ ഇരുന്ന ഈ സാമൂഹ്യ വിരുദ്ധ ആൾക്കാരാണ് ഇവർ ഈ ആനയുടെ വീഡിയോ എടുത്ത് മനഃപൂർവ്വം ഈ ആനയും ഞങ്ങളെ പെരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് എന്നാൽ മാത്രമേ ഇവർക്ക് ഇവിടെ കയറി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ നിൽക്കുന്നതാണ് അവർക്ക് ഇപ്പോൾ തടസ്സം. അതിനുവേണ്ടി ഇവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അവരെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
പക്ഷേ അത്തരത്തിലാണ് ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു ചങ്ങല മാറ്റി കെട്ടാൻ വേണ്ടി ഉള്ള സമയത്ത് അടിക്കുന്നു. പക്ഷേ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ് ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഇത്തരത്തിൽ അതായത് നാട്ടാന പരിപാലന ചട്ടം എന്ന നിയമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കേസ് എടുത്തെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ആന മതപ്രാടിലായതുകൊണ്ട് തന്നെ ഡോക്ടറുടെ പരിചരണത്തിലാണ്, 1.5 മാസമായി ഡോക്ടറുടെ പരിചരണത്തിലാണ്. ആ ഡോക്ടറുടെ വിശദമായ അദ്ദേഹത്തിന്റെ രേഖകളും മറ്റും, അതായത് ചികിത്സിക്കുന്നതിന്റെ രേഖകളും മറ്റും അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഒപ്പം തന്നെ ഇതിപ്പോൾ ദേവസ്വം ബോർഡിന്റെ ആന ആയതുകൊണ്ട് അതിന്റെ കൂടുതൽ നിയമവശങ്ങൾ കൂടി വിശകലനം ചെയ്തതിനു ശേഷമായിരിക്കും കേസിന്റെ നടപടികളിലേക്കും പോവുക. അഭിലാഷ്, യെസ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് സാരംഗ് നൽകിയത്.